ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് ഒരു രണ്ടാം നിലയിലെ ഒരു വീടിന് രണ്ടാം നിലയിലെ ബാത്റൂം ടൈൽസ് ഒട്ടിക്കുന്നതിന് കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ ബാത്റൂം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ റൂമിൽ നിന്ന് ചുമര് ഓപ്പൺ ടെറസിലേക്ക് ചുമര് തുറന്നുകാണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ബാത്റൂമാണ്. ഇപ്പോൾ ഈ ബാത്റൂമിന് വേണ്ടിയിട്ട് ഇവിടെ ഓപ്പൺ ടെറസിൽ ഓവർ ബീം, അതേമാതിരി പടവ്, അതിൻ്റെ സ്ലേവ് അത് തേച്ചിട്ട് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്തുകൊണ്ട് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ പിഡിഫിൻ ടൂക്ക എന്നുള്ള വാട്ടർ പ്രൂഫ് വരെ ചെയ്ത വീഡിയോകൾ നമ്മൾ ഇതിനു മുമ്പ് ഈ ബാത്റൂമിൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഏകദേശം ഈ ബാത്റൂമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇത് എങ്ങനെ ഒട്ടിക്കാൻ നോക്കാം. ഇതിൻ്റെ ഡോറ് സെൻറ്ററിലായിട്ട് വന്നിട്ടുള്ളത് അത് നമ്മൾ കാണിച്ചുതരാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്പം ഇവിടെ ക്ലൈൻറ്റിൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ചെറിയ ബാത്റൂം ആയതുകൊണ്ട് തന്നെ സീലിംഗ് വരെ ടൈൽസ് ഒട്ടിക്കണം എന്നാണ് ക്ലൈൻറ്റിൻ്റെ ഒരു ആവശ്യം. കാരണം നമുക്കത് പിന്നെ കുറച്ച് 2-3 വരി ബാക്കി നിർത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ടൈൽസിൻ്റെ മുറിഭാഗം ടൈൽസിന് ഒരു വരി പീസ് വരുന്നുണ്ട്. അപ്പോൾ ആ പീസ് നമുക്ക് അടിയിലിടാന്നുള്ള പ്ലാനിങ്ങിൽ നമ്മൾ ടൈൽസ് വർക്ക് തുടങ്ങുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതായത് ടൈൽസ് ഒട്ടിക്കാൻ വേണ്ടി കോലൊക്കെ സെറ്റാക്കാനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അതായത് കയറി വരുമ്പോൾ തന്നെ മുറിഭാഗം അടിയിൽ കാണുന്ന കോലത്തിൽ അളവൊക്കെ എടുത്ത് നമ്മൾ കറക്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ടൈൽസ് ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാ സിമെൻറ്റിൻ്റെ പേസ്റ്റാണ്. കാരണം സിമെൻറ്റിൻ്റെ പേസ്റ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ നേരെ കാണുന്ന ബാക്കിലുള്ള ചുമരാണ് ഒട്ടിക്കുന്നത്. അത് ഇടത്തുനിന്ന് വലത്തേക്കാണ് ഒട്ടിക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇടത്തുനിന്ന് വലത്തേക്ക് ഒട്ടിക്കണം വെച്ചാൽ നമ്മൾ ആ ചുമരിൽ വരുന്ന പീസുകൾ നമ്മൾ പെട്ടെന്ന് കാണാതാക്കാൻ വേണ്ടി ആ മൂലയിലേക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഇടത്തുനിന്ന് വലത്തേക്ക് ഒട്ടിച്ചിട്ടുള്ളത്. കണ്ടോ, ആ ഒരു കഷ്ണം ഫുള്ളായിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത കഷ്ണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അടുത്ത കഷ്ണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒട്ടിച്ച ഒരു ടൈൽസിൻ്റെ അടിയിൽ കറക്റ്റ് കോല് ചേർത്ത് വെച്ചിട്ട് നമ്മൾ സ്പിറ്റ്ലർ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. കണ്ടോ, ഇത്രേ ഉള്ളൂ, സിമ്പിൾ വർക്കാണ്. ഒരു ചുമര് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഒരു ഭാഗം ആ ചുമരിൻ്റെ ടൈൽസിന് കറക്റ്റാക്കി നോക്കിയിട്ട് ഇങ്ങോട്ട് സ്പിറ്റ്ലർ വെച്ചാൽ മതി. ഇപ്പോൾ കണ്ടോ, ടൈൽസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പേസ്റ്റ് പരത്തുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിമ്പിളാണ്. അപ്പം ഇങ്ങനെ കണ്ടാൽ ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന ക്വാളിറ്റിയിലുള്ള നല്ല ടൈൽസിൻ്റെ വീഡിയോ നമ്മൾ ചെയ്ത് കാണിച്ചു തരും. അപ്പം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ടൈൽസിൻ്റെ ഇടയിലൊക്കെ 2mm സ്പേസർ ഉപയോഗിക്കേണ്ടേ. 2mm സ്പേസർ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമുക്കറിയാം സ്പേസർ 2mm കൂടുതലുള്ള സ്പേസറൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഒരു ബാത്റൂമിലേക്ക് ഒട്ടിക്കാൻ ഏറ്റവും നല്ലത് 2mm സ്പേസറാണ്. കാരണം ചെറിയ ടൈൽസിൻ്റെ ഇടയിലൊക്കെ ഈ വലിയ സ്പേസർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാണാൻ ഒരു സ്റ്റൈൽ ഉണ്ടാവില്ല. പിന്നെ അപ്പോക്സിയൊക്കെ ചെയ്യണേ, ഫ്ലോറിങ്ങിലൊക്കെ അപ്പോക്സിയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് വലിയ സ്പേസറൊക്കെ വെച്ചാൽ കാണാൻ ലുക്ക് ഉണ്ടാവുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ 2mm സ്പേസർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ഗ്യാപ്പൊക്കെ കറക്റ്റ് ഫില്ലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ മൂന്നാമത്തെ ഒരു സൈഡ് ഒട്ടിക്കുന്നത് കണ്ടോ, അവിടെ ഒരു വെൻറ്റിലേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എൽ ഷേപ്പ് കട്ട് ചെയ്ത പീസൊക്കെയാണ് ഇപ്പോൾ ഒട്ടിക്കുന്നത്. ഇങ്ങനെ സ്പേസർ ഉണ്ടാകുമ്പം പെട്ടെന്ന് കറക്റ്റായിട്ട് ഇതിൻ്റെ ഗ്യാപ്പ് ഫില്ലായി കിട്ടും. പിന്നെ വൈറ്റ് സിമെൻറ്റ് ഉപയോഗിച്ചിട്ട് ഗ്യാപ്പ് ഫില്ലാക്കാണ് നല്ലത്. ഉണ്ടോ, സ്പേസറൊക്കെ എടുത്തേക്കണ്. പിന്നെ ഈ ബാത്റൂമിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വെള്ളയും നീലയും ചേർന്ന ടൈൽസാണ് ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടോ, വാട്ടർ പ്രൂഫൊക്കെ ചെയ്തതിന് അടിയും ഫ്ലോറും അതേമാതിരി ചുമരിലും ഒരു വരിക്കും വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒട്ടിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വെൻറ്റിലേറ്റർ ഒട്ടിക്കാണ്ട്. അതേമാതിരി കണ്ടോ, മുറിയൊക്കെ കറക്റ്റ് മുകളിലൊന്നും മുറി വരാത്ത കുളത്തിൽ ഫുള്ള് കിട്ടുന്ന കുളത്തിൽ തന്നെ സൂപ്പറാക്കി ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വാതിലിൻ്റെ കര ഒട്ടിക്കാണ്ട്, ഫ്ലോർ ഒട്ടിക്കാണ്ട്, അപ്പോൾ വെൻറ്റിലേറ്ററൊക്കെ ഒട്ടിക്കാണ്ട്. അപ്പോൾ അതെങ്ങനെയെന്നൊക്കെ നോക്കാം. ആ ഒരു അളമാറ കാരനാണ് ഇപ്പോൾ ആ കരയുടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ കരയിൽ ടൈൽസ് ഇങ്ങോട്ട് ഒട്ടിക്കുമ്പോൾ കരക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കയറ്റിട്ടീന്. അപ്പോൾ അവിടെയൊക്കെ കുമ്മായൊക്കെ വെച്ച് സെറ്റാക്കുകയാണ്. അപ്പോൾ നമുക്ക് കുമ്മായം വെച്ച് ഇപ്പോൾ തന്നെ ടൈൽസൊക്കെ ഒട്ടിക്കുക. ഒന്നും പ്രശ്നമുള്ള കാര്യമില്ല, ഒന്ന് റഫാക്കി ഇട്ടാൽ മതി. പിന്നെ ഇതിൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ ക്ലൈൻറ്റിന് മൊത്തമായിട്ട് പകുതി വരെ നീലയും പകുതിൻ്റെ 3 വരി നീലയും അതിൻ്റെ ശേഷം വെള്ളം ഒട്ടിക്കാൻ ഇനി ക്ലൈൻറ്റിൻ്റെ ആവശ്യം. അതിൽ നമ്മൾ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ നിങ്ങൾക്ക് കാണാൻ കഴിയും, അവിടെ ഒരു ഇടയിൽ മുകൾ ഭാഗം ഒരു നീല വരെയൊക്കെ ഒട്ടിച്ചാണ്. പിന്നെ ഇപ്പം നമ്മൾ ചെയ്യാൻ പോണത് ഇതിൻ്റെ ഫ്ലോറിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫ്ലോറിങ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഇത് കട്ട് ചെയ്യാണ്. ഏത് വേസ്റ്റ് ട്രാപ്പിൻ്റെ പൈപ്പ് ഫ്ലോർ ലെവൽ കറക്റ്റാക്കി കട്ട് ചെയ്യാനാണ് നിങ്ങൾ കണ്ടുകൊടുക്കുന്നത്. അത് പിന്നെ നമ്മൾ ടൈൽസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുമ്മായൊക്കെ സിമെൻറ്റൊക്കെ പരത്തതിന് ശേഷം ഒട്ടിക്കുമ്പോൾ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ അതിനോണ്ട് ഇപ്പോൾ ഒട്ടിച്ച് അതിൻ്റെ ചണ്ടിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല അതിൻ്റെ വെള്ളം ഒഴിക്കണുണ്ടല്ലോ, ടെസ്റ്റിംഗ് ആണത്. വെള്ളം ഒഴിച്ചിട്ടാൽ ഇനി എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചെക്കിംഗ് ആണ്. പിന്നെ ഇപ്പം നമ്മൾ ചെയ്യണത് കണ്ടോ, ഇതിൻ്റെ ലാസ്റ്റ് 1.5 വരി ഒട്ടിക്കാണ്ട്. അപ്പോൾ ഈ ഒരു വരിമാടെ ഇപ്പോൾ ഒട്ടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വരി ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ ലാസ്റ്റത്തെ ഈ ഫുൾ വരി ഒട്ടിക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആദ്യം അതായത് വാട്ടർ പ്രൂഫ് ചെയ്ത വരിയാണ് കാണുന്നത്. എന്നാലും നമ്മളൊരു എക്സ്ട്രാ കോട്ടിങ് ചെയ്യണം. എന്താ വെച്ചാൽ കണ്ടോ, പേസ്റ്റ് ഫസ്റ്റായിട്ട് ഒരു 4 വരിക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ്. പേസ്റ്റ് കൊടുക്കുക.
പേസ്റ്റ് ചുമരിൽ ആദ്യം മൊത്തമായിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ടൈൽസ് ഒട്ടിക്കുക. നമ്മൾ ഡയറക്റ്റ് ടൈൽസ് ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ ടൈൽസുമത്തെ പേസ്റ്റ് എല്ലായിടത്തും പരന്നോണമെന്നില്ല. അതിനോടാണ് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ കണ്ടോ, ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കര ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കട്ടിങ് എങ്ങനെ ചെയ്യണം നോക്കാം. ഇങ്ങനത്തെ ടൈൽസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ലെവൽ പ്ലെയിൻ അളവുകളൊക്കെ ഇങ്ങനെ സിമ്പിളാക്കിയിട്ട് ടാപ്പിൻ്റെ വക്കുകൊണ്ട് വരയ്ക്കാൻ മാത്രമേ ഉള്ളൂ. കണ്ടോ, ക്രോസ് കട്ടിംഗ് ഒക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് വടിയൊക്കെ വെച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇതിൻ്റെ കട്ടിംഗ് ഒക്കെ നമ്മൾ റൂമിൽ തന്നെ കട്ട് ചെയ്യണത്. റൂമൊക്കെ വർക്ക് ഫുൾ ഫിനിഷ് ചെയ്തൊരു റൂമാണ്. പെരൻ്റെ അടിഭാഗത്തൊക്കെ ഫുൾ ടൈൽസ് വർക്കൊക്കെ കഴിഞ്ഞതാണ്. നമ്മൾ സീലിംഗ് ഒട്ടിക്കുന്നുണ്ടോ, സീലിംഗ് ഒട്ടിക്കുമ്പോൾ ഇങ്ങനത്തെ കരൊക്കെ ഒട്ടിക്കുമ്പോൾ ആദ്യം ഒന്ന് റഫാക്കിയിട്ട് തേച്ചിട്ടാൽ മതി. റഫാക്കി തേച്ചിട്ടാൽ ഒരു കുഴപ്പമില്ല, സിമെൻറ്റുമ്പോൾ തന്നെ ഉഷാറായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് വെള്ളം കുടയണം. വെള്ളം കുടഞ്ഞതിന് ശേഷം മാത്രമേ ഇടയ്ക്ക് ടൈൽസ് ഒട്ടിക്കാൻ പാടുള്ളൂ. മറ്റേത് കുറച്ച് കഴിഞ്ഞാൽ പൊള്ള വരും. ഉണ്ടോ, ഒന്ന് നനച്ചതിന് ശേഷം കറക്റ്റായിട്ട് ടൈൽസ് വെക്കണതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിമ്പിൾ ടൈൽസിൻ്റെ വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഈ ബാത്റൂമിൻ്റെ ഉള്ളളവ്, ഇതിന് മുമ്പ് ഒരു കാര്യം പറയേണ്ടത് ഇതാ, ഈ മട്ടന് എല്ലാവരും ഒന്ന് വാങ്ങണേ. ഇതിനെ കൊണ്ടുള്ള ഒരുപാട് ഉപകാരങ്ങൾ ഇനി വരും വീഡിയോസിലൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അങ്ങനത്തെ ഒരു മട്ടൻ വാങ്ങുക. പിന്നെ ഈ ബാത്റൂമിൻ്റെ ഉള്ളളവ് പറഞ്ഞാൽ 1.60, 1 മീറ്റർ 60 സെൻറ്റി ഉള്ളളവ് കിട്ടുന്ന കോലത്തിനും അതേമാതിരി ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 2 മീറ്ററും 20 സെൻറ്റി ഉണ്ട്. അങ്ങനത്തെ ഒരു ഉള്ളളവ് കിട്ടുന്ന കോലത്തിലാണ് ഞങ്ങളിത് പഠിത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ചെറിയൊരു ബാത്റൂമൊക്കെ ഓപ്പൺ ടെറസിൽ ആരെങ്കിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ അളവ് തന്നെ ധാരാളമാണ്. നമുക്ക് ഷവറും വാഷ് സ്പേസും യൂറോപ്യൻ ക്ലോസറ്റൊക്കെ വെച്ചാൽ തന്നെ നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഇതാ ആ സീലിങ്ങിൽ ടൈൽസ് ഒട്ടിക്കണുണ്ടില്ലേ, സീലിങ്ങിൽ ടൈൽസ് ഒട്ടിക്കണം നനച്ച് ഇതാ ഒരു 1.5 പീസ് വരുന്നുണ്ട്. സിമ്പിളാക്കി അവിടെ വെക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ വാതിലിൻ്റെ കര നമ്മൾ വേറൊരു സൈസിലാണ് കെടുത്തി ഒട്ടിക്കുന്നതിന് പകരം നമ്മൾ കുത്തനെ ഒട്ടിക്കുക ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ ഒട്ടിക്കുക പ്രശ്നമുള്ള കാര്യമില്ല. കാരണം അവിടെ വാതിലിൻ്റെ ഫ്രെയിം വരുന്നുള്ളതുകൊണ്ട് തന്നെ അറിയില്ല. പിന്നെ നമ്മളിപ്പോൾ കണ്ടില്ലേ ആ തുണിയൊക്കെ ഇട്ടത് ഇവിടുത്തെ അലമാറയാണ്. അപ്പോൾ ഈ അലമാറേൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അലമാറ ഒരു 40 സെൻറ്റോളം അലമാറുണ്ട് ചുമരുമെന്ന്. ആ അലമാറ അവിടെ നിന്ന് ഊരിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ, ആ ചുമര് കറക്റ്റ് ആ മൂലയെ തുറക്കേന്. അപ്പം ക്ലയൻറ്റിന് കറക്റ്റായിട്ട് അത് ആ അലമാറ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ള വാശി കാരണമാണ് നമ്മൾ ഡോർ ഇങ്ങോട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഫ്ലോർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. ആദ്യം ഗ്രൗട്ടിൻ്റെ വെള്ളം ഫുള്ളായിട്ട് ഫ്ലോറിൽ നനയ്ക്കണം. ഗ്രൗട്ട് വെള്ളം ഒഴിച്ച് കറക്റ്റ് കട്ടിയിൽ ഒഴിക്കണം. കുറച്ച് കട്ടിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ലാഭം എന്താ വെച്ചാൽ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്തിരിക്കണമെങ്കിലും ഒരു എക്സ്ട്രാ കോട്ടിങ്ങും പാടെ വീണ്ടും നമുക്ക് കിട്ടുക ചെയ്യണത് ഈ ഗ്രൗട്ട് ഒഴിക്കണതിന് കൂടിയിട്ട്. അപ്പോൾ നമ്മളത് ചെയ്യുക. അത് ചെയ്തിട്ട് മാത്രമേ കുമ്മായം പരത്താൻ പാടുള്ളൂ. പിന്നെ അടുത്തത് കണ്ടപ്പോൾ ടൈൽസിൻ്റെ വർക്കൊക്കെ ഏകദേശം ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫുള്ള് അടിയിലൊക്കെ സ്പേസർ വെച്ചിന് വെള്ളം അങ്ങോട്ട് പോകാതൊക്കെ തന്നെ സ്റ്റെപ്പൊക്കെ കൊടുത്ത് ഇവിടെ കാണാൻ കഴിയും. ഫുൾ വർക്ക് പുട്ടിയിട്ട് വൈറ്റ് സിമെൻറ്റൊക്കെ വെച്ചിട്ട് ഗ്യാപ്പൊക്കെ പുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാട്ടർ പ്രൂഫ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ പിഡിഫിൻ 2K എന്നാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല സാധനമാണ്. സാധാ ബാത്റൂമിനൊക്കെ ഒട്ടിച്ചാൽ മതി, അതന്നെ വാട്ടർ പ്രൂഫ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.